എൻ്റെ വീട് കിഴക്കുമ്പലത്താന്ന് കുറേ പേർക്കൊക്കെ അറിയായിരിക്കുമല്ലോ. അപ്പോൾ അവിടുത്തെ കപ്പേളയിലെ പെരുന്നാളിന് അപ്പവും കോഴിക്കറിയാണ്. കോഴിക്കറി എന്ന് പറഞ്ഞാൽ നാടൻ കോഴിക്കറിയാണ്. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞുണ്ടാക്കുന്ന നാടൻ കോഴിക്കറിയാണ്. ഭയങ്കര എരിവുള്ള കറിയല്ല കേട്ടോ. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞുണ്ടാക്കുന്ന നാടൻ കോഴിക്കറിയാണ്. സമാനതകളില്ലാത്ത സ്വാദാണത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മഞ്ജുസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ ഇവിടെയുള്ള ക്യാമറാമാൻ ചേട്ടൻ ശങ്കരണ്ണൻ്റെ വൈഫ് എനിക്ക് ഇടാൻ വേണ്ടി തന്നതാണ്. മഞ്ജുസ് കിച്ചണിന് വേണ്ടി ഇടാൻ വേണ്ടി തന്ന കുപ്പിവളയാണിത്. കൊള്ളാവോ? ഇന്ന് അതിന് മുമ്പ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് എന്താണെന്ന് പറയുന്നതിന് മുൻപ് വേറൊരു കാര്യം പറയാം. എൻ്റെ വീട് കിഴക്കുമ്പലത്താന്ന് കുറേ പേർക്കൊക്കെ അറിയായിരിക്കുമല്ലോ. അപ്പോൾ കിഴക്കുമ്പലത്ത് ഞങ്ങളുടെ പള്ളിക്ക് ഒരു 2-3 കുരിശും തൊട്ടിയുണ്ട്. അപ്പോൾ അതിൽ ഒരു കുരിശും തൊട്ടിയിൽ നേർച്ച കുരിശും തൊട്ടി എന്ന് പറഞ്ഞാൽ കപ്പേളയില്ലേ, അതാണേ. അപ്പോൾ അവിടുത്തെ കപ്പേളയിലെ പെരുന്നാളിന് ഞങ്ങൾക്കുള്ള നേർച്ച എന്താണെന്ന് വെച്ചാൽ അപ്പവും കോഴിക്കറിയാണ്. കോഴിക്കറി എന്ന് പറഞ്ഞാൽ നാടൻ കോഴിക്കറിയാണ്. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞുണ്ടാക്കുന്ന നാടൻ കോഴിക്കറിയാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വട്ടയുടെ ഇല, വട്ട എന്ന് പറഞ്ഞൊരു മരം കണ്ടിട്ടുണ്ട്, ബലമൊന്നുമില്ലാത്ത ഒരു വട്ടമരം, പാഴ്മരമാണത്. പക്ഷെ ആ മരത്തിൻ്റെ ഇലയിൽ വട്ടയുടെ ഇല എടുത്തിട്ട് അതിനകത്തോട്ട് ചൂടോടുകൂടി അപ്പവും ചൂടോടുകൂടി ഈ ചിക്കൻ കറി ഒഴിച്ചിട്ട് ഇങ്ങ് പൊതിഞ്ഞിങ്ങ് തരും. എന്നിട്ട് അത് തുറക്കുമ്പോൾ വട്ടയുടെ ഇല വാടിയതും ഈ ചിക്കൻ കറിയുടെയും അപ്പത്തിൻ്റെയൊക്കെ ഒരു സ്വാദ് സമാനതകളില്ലാത്ത സ്വാദാണത്. അപ്പോൾ ആ ചിക്കൻ കറിയാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. തനി നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഒരു ചീനച്ചട്ടിയോ നോൺ സ്റ്റിക്ക് പാനോ ഉരുളിയോ എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ വലിയൊരു ചട്ടിയാണുള്ളെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ അതെടുത്ത് ഒരു സ്റ്റൗവിലേക്ക് വെക്കുക. എന്നിട്ട് നമുക്ക് തീ വയ്ക്കാം. ആദ്യമേ തന്നെ നമ്മൾ തീ കുറച്ച് വയ്ക്കും. തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും, ഇതങ്ങനെ ഭയങ്കര റെഡിഷ് ആയിട്ടുള്ളൊരു കറിയല്ല കേട്ടോ. മുളക് പൊടി ഒരു 1.5 സ്പൂൺ മതി. ഭയങ്കര എരിവുള്ള കറിയല്ല കേട്ടോ. നമുക്ക് ഇതിനെ ഒന്ന് പച്ചമണം പോകാൻ വേണ്ടിയിട്ട് എണ്ണയൊന്നും ഒഴിക്കാതെ ഇതിലിട്ടങ്ങ് വാട്ടണം. ഇച്ചിരി നമ്മളോർക്കും പൊടി വേഗം ആവുന്നു, കുറച്ച് സമയം എടുക്കും കേട്ടോ ആ പൊടി ഒന്ന് മൂത്ത് വരാനായിട്ട്. തീ കുറച്ചല്ലേ നമ്മൾ വെച്ചേക്കണേ, അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് സമയം എടുക്കും. ഇച്ചിരി ക്ഷമയോടുകൂടി ഇത് കൈകാര്യം ചെയ്യണം. അപ്പം നമ്മുടെ മല്ലിയും മുളകും മൂപ്പിച്ചതായിട്ടുണ്ട്. നമുക്കത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതിങ്ങനെ തന്നെ ചെയ്യണേ. മല്ലിയും മുളകും ഈ നാടൻ കറിക്ക് ഇങ്ങനെ തന്നെ മൂപ്പിച്ചിടണം കേട്ടോ. അപ്പം നമുക്കിനി അടുത്തതായിട്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. ആദ്യമേ തന്നെ നല്ല നാടൻ കറിവേപ്പില, അതിലേക്ക് 2 ഇടത്തരം സവാള കേട്ടോ, 2 ചെറുത്, ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതുമല്ല. ഒരു കൊടന്ന ചുവന്നുള്ളി, ഇനി പച്ചമുളക്, ഒരു 10 പച്ചമുളക്. മുളക് പൊടിയേക്കാൾ കൂടുതൽ ഇനി പച്ചമുളകിൻ്റെ എരിവാണ് വേണ്ടത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഇത്ര ഇട്ടു. വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിനി കുറച്ച് വെളുത്തുള്ളിയും ഇടാനുണ്ട്. ഒരു 2.5 ഉണ്ട വെളുത്തുള്ളി കേട്ടോ, കുടം ആ ഇങ്ങനെ ഉരുണ്ടിരിക്കണേ, അതൊരു 2.5ഓളം വെളുത്തുള്ളി. ഇതിടുമ്പോൾ ഞാൻ സാധാരണ ഇതിൻ്റെ ഇങ്ങനെയുള്ള കറികൾ ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളിയുടെ തൊലി ഫുള്ളായിട്ട് കളയാറില്ല. നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഇച്ചിരി വെളുത്തുള്ളിയിലെ തൊലി അതിനകത്തിരിക്കുന്നത് ഒരു ടേസ്റ്റാണ്.
അപ്പോൾ അതിൻ്റെ വലിയ തൊലി അങ്ങ് പൊളിച്ച് കളഞ്ഞിട്ട് നല്ലോണം കഴുകി വാരി എടുത്താൽ മതി. അപ്പം അങ്ങനെ ചെയ്തതാണ്, വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ ഒരു 10 മിനിറ്റ്. അപ്പം നമ്മുടെ സവാളയൊക്കെ നേരിയ ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടി വഴഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ കറക്റ്റ് പാകമാവും. ഒരുപാട് മുരിഞ്ഞു പോവണ്ട. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് ഇടേണ്ട പൊടികളൊക്കെ എടുത്ത് വയ്ക്കാം. വേണ്ടാ, ഒരു മണം വന്നു തുടങ്ങി. ഇനി നമ്മൾ ആദ്യം തീ കുറച്ച് വെക്കണം കേട്ടോ. പൊടി ഇടുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെച്ചോളണം. ആദ്യം നമ്മൾ വറുത്ത് ഇങ്ങനെ ചൂടാക്കി മാറ്റി വെച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും അതിട്ട്, ഇനി മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഇപ്പോൾ തൽക്കാലം ഇത്രയും മതിയേ. നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെ 2ാം പാൽ, ഇനി നമ്മുടെ ചിക്കൻ, നമുക്കിത് മൂടി വയ്ക്കാം, ഒന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇച്ചിരി കൂടി ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി ഒരുമാതിരിയാവും ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ ഏതാണ്ട് 10-15 മിനിറ്റായി അടച്ച് വെച്ച് നമ്മൾ വേവിക്കണം. നമുക്ക് തുറന്ന് നോക്കാം. ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് സാധനം, നമ്മുടെ തലപ്പാൽ ഒഴിക്കാൻ പോവുകയാണേ. തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കറി തിളക്കരുത്, തിളച്ചാൽ പാലിൻ്റെ ടേസ്റ്റ് പോവും. തലപ്പാൽ ഒഴിച്ചു, കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട് പരിപാടി. ലേശം കുരുമുളക് പൊടി, ഇനി അതൊന്ന് പത വരട്ടെ. ഇങ്ങനെ പതഞ്ഞ് വരില്ലേ, അത് വന്ന് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ കുണുക്ക് പരിപാടിയും കൂടിയുണ്ട്. അതും കൂടി കഴിയുമ്പോഴത്തേന് നാടൻ ചിക്കൻ കറി റെഡിയാവും. അപ്പോൾ നമ്മുടെ 2ാം പാലൊഴിച്ച് പതുക്കെ തിള വന്നു. ഇനി നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു കുഞ്ഞു പരിപാടിയും കൂടി ഉണ്ടെന്ന്, ആ പരിപാടിയും കൂടി അങ്ങ് കഴിഞ്ഞാൽ നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. നമ്മൾ വേറൊരു പാൻ വെച്ചു. നമ്മുടെ പാൻ ചൂടായി, നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പാൻ ചൂടായി, എണ്ണ ഒഴിച്ചു. പൊട്ടിത്തെറികൾക്ക് അവസാനം കടുക് ചടപടാന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി, അതിലേക്ക് 4 വറ്റൽമുളക്, അതിലേക്ക് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത്, സാധാരണ നമ്മൾ കടുക് താളിക്കൂലേ അത് തന്നെ. സാധാരണ നമ്മൾ നോണിലൊന്നും അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ ഈ നാടൻ കറിയിൽ അങ്ങനെ ചെയ്യണം കേട്ടോ. ചെറുതായിട്ട് മൂത്താൽ പോരാ, നല്ല ചുമന്ന കളറാവണം. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. നമുക്കതിനെടുത്ത് നമ്മുടെ കറിയിലോട്ട് ഒഴിക്കാം. നല്ല മുരിഞ്ഞിട്ടാ. തീ ഓഫ് ചെയ്യാം. നമുക്ക് 2 മിനിറ്റ് ഒന്ന് അത് മൂടി വയ്ക്കാം. ഉള്ളി വറുത്ത മണവും ആവിയൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം. അതിന് വേണ്ടിയിട്ട് അപ്പം തന്നെ നമ്മൾ മൂടി വെച്ചത്.
അപ്പം നമ്മുടെ കറി എല്ലാം സെർവ് ചെയ്തിട്ടുണ്ട്. പട്ടികൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുരയ്ക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇറങ്ങിപ്പോടി എന്നാണോ പറയണതെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും നമുക്ക് കറി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീട്ടിലെ ദിലീപേട്ടനും കുട്ടികളും കൂടി വരുന്നുണ്ടേ. നമുക്ക് അവരെ വിളിക്കാം. വായോ. ഹലോ. എൻ്റെ കുഞ്ഞിലെ ഫോട്ടോ ഇവിടെ ഇരിപ്പില്ലേ? കുഞ്ഞിലുള്ള ഫോട്ടോ അവിടെ ഇരിപ്പില്ലേ? ഞാൻ കണ്ട്. ചക്കര പേരെന്താ? വിനായക്. ഇതോ? വേലായുധും വിനായകും. അമ്മ വെജാണല്ലേ? ആണോ? പ്യോർ വെജാണോ? ആ, എന്തായിരിക്കും അങ്ങനെ ഒരു സ്വഭാവം? അതുകൊണ്ടാണോ? ഓ, അപ്പോൾ അതുകൊണ്ടിട്ട് പുള്ളിക്കാരി വെജ് ആയതുകൊണ്ട് നോൺ വയ്ക്കുമോ വീട്ടിൽ? എന്നാൽ കുഴപ്പമില്ല. എന്നാ വാ, അടുത്തോട്ട് വരൂ. ഇത് നാടൻ ചിക്കൻ കറിയാണ്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയണം. ചാറും ഗ്രേവിയും എല്ലാം കൂട്ടി കഴിക്കണം. നിങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമാണോ? ശരിക്കും ചിക്കൻ്റെ ആളാണോ? ചിക്കനാണോ ഫിഷാണോ ഇഷ്ടം? കോഴിയാണോടാ നീ? ആണോടാ? എത്ര വയസ്സായി? 6 വയസ്സായോ? ചൂടുണ്ടാവും, ഊതി കഴിക്കണം. ടിഷ്യൂ കുഞ്ഞിന് തരട്ടെ? എടാ കുഞ്ഞ് കഷ്ണമാണ്, അതുകൊണ്ട് കാലൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കാലല്ലേ ഇഷ്ടം? കാലാർക്കാ ഇഷ്ടം ഇതിനകത്ത്? ഇവന്മാരെങ്ങനെ കൊടുത്തു? ഇഷ്ടപ്പെട്ടാടാ? കൊള്ളാവോ? കണ്ട, അവന് ഇഷ്ടപ്പെട്ട്. എൻ്റെ ആൾക്ക് ഇഷ്ടപ്പെട്ടു. കോഴിക്കള്ളന് ഇഷ്ടപ്പെട്ട്. ഇനി അടുത്ത കോഴിക്കാരന് കൊടുക്കാൻ പോവാണേ. അതവൻ കൈ പിടിച്ച് നോക്കണം. കുഞ്ഞ് കൈ പിടിച്ച് കഴിച്ചോ? ചൂടൊന്നുമില്ല. ചൂടുണ്ടാ? കൊടുക്കുവോ? അപ്പനും മക്കളും നിന്നങ്ങ് ആസ്വദിച്ച് കഴിക്കുകയാണ്. എൻ്റെ കറീനെ പറ്റി അഭിപ്രായം ഒന്നും പറയണില്ല. അത് നല്ല ഒച്ചത്തിലങ്ങ് പറഞ്ഞേ. കണ്ടാ? വേലായുധന് ഇഷ്ടപ്പെട്ടു. ഇത് വിനായകിന് ഇഷ്ടപ്പെട്ടാ? എന്നാ ഞാൻ ഈ കറി ഇവിടെ വെച്ചിട്ട് പോവാം. അവന് ചിരി വന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം ഭയങ്കര സ്പൈസി ആയിട്ടുള്ള കറിയൊന്നുമല്ല, ആവശ്യത്തിന് എരിവൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് വരുന്നവരേക്ക് ടാറ്റ, ബൈ. ഒരു ടാറ്റ കൊടുത്തേക്കോ? എടാ ടാറ്റ പറടാ. ഓ.